ഏകദേശം 400-ലധികം കേസുകൾ പോലീസിന്റെ ഫൈൻഡിങ്സിനെ ശരിവെക്കുന്നതിന് എൻ്റെ എക്സ്പീരിയൻസ് അവർ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിന് ഔദ്യോഗികമായ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന കാട്ടാക്കടയിൽ, പിന്നെ കണ്ണൂരിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അങ്ങനെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ കുട്ടികളായിട്ടുള്ള ടീനേജേഴ്സായിട്ട് കുട്ടികളുടെ ആത്മഹത്യ, അത് നമുക്ക് ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്ന കേസുകളാണ്. അതെ സാർ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ടീനേജ് കുട്ടികളുടെ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? അത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാറി, അവർ കൂടുതലും ഫോണുകൾ അഡിക്റ്റായി. ഫോൺ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സർഫസിലേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഒതുക്കി അതിൽ മാത്രമായി അവരുടെ ശ്രദ്ധ. ഈ അടുത്ത് തന്നെ കണ്ടിട്ടുള്ളതാണ് പ്രണയ നൈരാശ്യങ്ങൾ. പ്രണയ നൈരാശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ വഴി പ്രണയത്തിലാകുക, അവര് വിട്ടു പോകുമ്പോൾ ഉള്ള നൈരാശ്യം. അത് ശരിയാണ് സാർ. അതുപോലെ തന്നെയാണ് 2017 ട്രിവാൻഡ്രത്തെ രേഷ്മ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യ. അതിനെക്കുറിച്ചുള്ള സാറിന്റെ ഫൈൻഡിങ്സ് എങ്ങനെയാണ്? എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഈ കേസിനെ പറ്റി ചോദിക്കുമെന്നുള്ളത്. ഞാൻ റിട്ടയർ ആയതിനു ശേഷം പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇന്റർവ്യൂകളിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് അത്രയും വിവാദമായ ഒരു കേസായിരുന്നില്ലേ സാർ? കൂടാതെ പ്രമുഖ നടന്റെ കാമുകി എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകളും. അതെ അതെ അതെ, അത് വളരെയധികം വിവാദമായൊരു കേസായിരുന്നു. അത് ആത്മഹത്യയായിരുന്നോ കൊലപാതകമാണോ? അത് തീർച്ചയായും ഒരു കൊലപാതകമാണ്. ആ കുട്ടി കഴിച്ച ഫുഡിൽ നിന്നാണ് ഞങ്ങൾ ആ ഫൈൻഡിങ്ങിലേക്ക് എത്തിയത്. ആ കുട്ടി അന്ന് കഴിച്ചത് പുട്ടും കടലക്കറിയാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ദഹിക്കാത്ത ക്യാരറ്റാണ്. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിൽ നിന്നാണ് ഇതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. അത് ചിലപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ കുട്ടി കഴിച്ചതായിരിക്കില്ല സാർ. ഞങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കി വെച്ചാല് ചായ ലോണൊക്കെ അടച്ചു വെച്ചായ, മോളുടെ ഫീസും അടച്ചിട്ടുണ്ട്. ഇച്ചായനൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിക്കു അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കാൻ പോയേക്കുവാ. പരീക്ഷയൊക്കെ അടുത്തിരിക്കുമല്ലേ, ഞാൻ ഫോൺ മേടിച്ച് വെച്ചേക്കുവാ. അവളെ വിളിച്ചാൽ കിട്ടത്തില്ല. ആണോ? ഞാൻ അവൾ വരുമ്പോൾ പറഞ്ഞേക്കാം ചായ. ശരി, ആയിക്കോട്ടെ. മാം, അകത്തേക്ക് ചെന്നോളൂ. ഹലോ മാം, ഇരിക്കൂ. ഞങ്ങൾ ഇൻസ്പെക്ടർ പ്രീത മാം പറഞ്ഞിട്ട് വരികയാണ്. ഓക്കെ, പ്രീത എന്നോട് പറഞ്ഞിരുന്നു മോൾ എന്തോ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച. അതെ അതെ, യെസ്, ഐ റിമെമ്പർ. മോളുടെ പേരെന്തായിരുന്നു? മെർലിൻ. മെർലിൻ എത്ര വയസ്സുണ്ട്? 19 വയസ്സായി മാഡം. ഓ, ഷീസ് ജസ്റ്റ് 19, റൈറ്റ്? ഓക്കെ. മെർലിന് ഈ ലവ് അഫെയർ അങ്ങനെ എന്തെങ്കിലും? ഒരു പയ്യനുമായിട്ട് അവൾ ഒരു റിലേഷനിലായിരുന്നു മാഡം. പിന്നെ ഞങ്ങൾ ഇടപെട്ട് അത് വേണ്ടെന്ന് വെപ്പിച്ചതാണ്. ഓക്കെ, എപ്പോഴായിരുന്നു ഇത്? ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ടാവും. ഓ, സോ അതിനുശേഷം മെർലിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ശ്രദ്ധിച്ചിരുന്നോ? അവൾ എന്നോട് സംസാരിക്കാറില്ല മാഡം. ഇപ്പോൾ വീട്ടിൽ വന്ന മുറിയിൽ കയറി വാതിലടച്ചിരിക്കും. ഓക്കെ, ഫൈൻ. മെർലിൻ പഠിക്കാൻ എങ്ങനെയാ? കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിയുന്നത്, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് മെർലിന്. ഓക്കെ, ഈ കാര്യം മെർലിനാണോ പറഞ്ഞത്? അല്ല മാഡം, എന്തിനെ പറ്റി എന്ത് ചോദിച്ചാലും അവളങ്ങ് മിണ്ടാതെ ഇരിക്കും. ഓക്കെ. മാമിൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇച്ചായൻ ദുബായിലാണ്. ആളെ ഞങ്ങൾ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അച്ഛൻ എങ്ങനെയാ മോളോട് വഴക്കൊക്കെ പറയാറുണ്ടോ? ഇച്ചായൻ്റെ മോളെന്ന് പറഞ്ഞ ജീവനാ മാഡം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞങ്ങൾക്ക് ഇതൊന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളോട്. ഓ, ഓക്കെ. എനിവേസ്, ഞാൻ മേളിനോട് തനിച്ചൊന്ന് സംസാരിക്കട്ടെ. മേളിനോട് വരാൻ പറയും. ശരി മാഡം. ഓക്കെ. Come, sit. Hello.
ഹായ്. ഹായ്. എന്താ മോളുടെ പേര്? മെർലിൻ. മേർലിൻ. നല്ല പേരാണല്ലോ. എന്താ മേർലിൻ ചെയ്യുന്നേ? ബിടെക്. സോ മേർലിൻ, ഞാൻ മേർലിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ? സോ മേർലിൻ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള കുറച്ച് ആക്ടിവിറ്റീസ് പറയുമോ? ലൈക്ക് ഇറ്റ് മൈറ്റ് ബി റീഡിങ് ഓർ ഡാൻസിങ് ഓർ വാച്ചിങ് മൂവീസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് സിനിമ ഇഷ്ടമാണ്, റീൽസ് ഒക്കെ എടുക്കും. സോ മൂവി കാണാറുണ്ടല്ലേ? അതിലേതാണ് മേർലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി? ഒളിമ്പ്യൻ അന്തോണി ആദ. ഒളിമ്പ്യൻ അന്തോണിയാദം. അതൊരു പഴയ പടമല്ലേടോ? എന്താ അതിനോട് ഇത്ര ഒരു ഇൻട്രസ്റ്റ്? അതൊന്നില്ല ചേച്ചി. കുഴപ്പമില്ല, ചേച്ചിന്ന് വിളിച്ചോ. അതുണ്ടല്ല ചേച്ചി, എൻ്റെ കൊച്ചു പ്രായത്തിൽ എൻ്റെ അപ്പ നിലാപ്പൈതലെ പാട്ടില്ലേ, ആ പാട്ട് കേൾപ്പിച്ചിട്ടാണ് എന്നെ ഉറക്കിണ്ടായിരുന്നത്. ചേച്ചിക്ക് ഇഷ്ടല്ലേ ആ പാട്ട്? പിന്നെ നല്ല പാട്ടല്ലേ? അപ്പൊ മെർലിൻ, നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ? ആയോ ചേച്ചി? ആന്നേ, നമ്മള് നല്ല ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് ആയെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? സത്യം മാത്രമേ പറയാവൂ. കേട്ടിട്ടില്ലേ, ഡോക്ടറിനോടും വക്കീലിനോടും പിന്നെ ചേച്ചിയോടും സത്യം മാത്രമേ പറയാവൂന്ന്? ശ്രമിക്കാം. അപ്പോ നമുക്ക് അപ്പയാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് അപ്പയാ. അമ്മ ഒരു കാര്യമില്ലെങ്കിൽ പോലും ചുമ്മാ വഴക്ക് പറയാറുണ്ട്. ആഹാ, കൊള്ളാലോ. പിന്നെ അപ്പയെ ഇത്ര ഇഷ്ടമുള്ള കുട്ടി എന്തിനാ സൂയിസൈഡിന് ശ്രമിച്ചത്? അത് അപ്പോഴത്തെ ടെൻഷനിൽ പറ്റിയതാ. അതെന്തായിരുന്നു അപ്പോഴത്തെ ആ ടെൻഷൻ ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാൻ? അത് പിന്നെയും സപ്ലി കിട്ടി. അത് അമ്മ അറിഞ്ഞാൽ വീണ്ടും അമ്മലിന്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പോ അവനും പിന്നെ മേർലിനും ഇഷ്ടത്തിലാണോ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഏയ്, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സാ? അതെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഞങ്ങൾ റീൽസ് എടുക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഈ അമ്മ മാർക്ക് കുറഞ്ഞു, ഞങ്ങൾ ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഐ ട്രസ്റ്റ് യു മേർലിൻ. എനിവേസ്, മേർലിൻ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വരാൻ നേരത്തെ പുറത്ത് ടി വിയിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് കണ്ടിരുന്നോ? ഓക്കെ, രേഷ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ന്യൂസിൽ കണ്ടിട്ടുണ്ട്. 8 വർഷം മുന്നെയാണ് രേഷ്മ സൂയിസൈഡ് ചെയ്തത്. ഏകദേശം മേർലിന്റെ അതേ പ്രായം. അന്ന് രേഷ്മ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ആൻഡ് ആ പഠിക്കുന്ന ടൈമിൽ ഒരു ഫിലിം ആക്ടറുമായിട്ട് ഒരു അഫെയർ, വി കോൾ ഇറ്റ് ആസ് ലൈക്ക് ലവ് അഫെയർ. അത് മാത്രമാണ് രേഷ്മ ചെയ്ത ആകമാനം തെറ്റ്. അന്ന് ആ കുട്ടി സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തു, മേർലിനെ പോലെ തന്നെ. മേർലിന് ഭാഗ്യം ഉണ്ടായിരുന്നു, സോ മേർലിൻ രക്ഷപ്പെട്ടു. പക്ഷേ ആ ഭാഗ്യം അവളെ തുണച്ചില്ല. സോ ഷി ലോസ്റ്റ് ഹർ ലൈഫ്. പിന്നെ പത്രക്കാരായി, പ്രശ്നങ്ങളായി, നടന്റെ അറസ്റ്റായി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ കാര്യം പറഞ്ഞ് ഈ കേസ് ഇടയ്ക്ക് കുത്തിപ്പൊക്കും. ഇന്ന് തന്നെ കണ്ടില്ലേ ന്യൂസ് ചാനലുകാർ പറയുന്നത് രേഷ്മ കഴിച്ച ഭക്ഷണത്തിലെ ക്യാരറ്റ് ദഹിച്ചിട്ടില്ലായിരുന്നു എന്ന്. പക്ഷേ രേഷ്മയ്ക്ക് അന്നേ ദിവസം ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ, പല പല രീതിയിലെ ക്വസ്റ്റ്യനിങ്സ്. പക്ഷേ ഇതൊക്കെ കാണുന്ന വയസ്സായ ഈ രേഷ്മയുടെ പാരൻസിൻ്റെ അവസ്ഥ മേർലിനൊന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ? മരിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതുപോലത്തെ ന്യൂസ് പിന്നെയും വരുമ്പം അവർക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇപ്പം നിൽക്കുന്ന രേഷ്മയുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് മേർലിൻ്റെ പാരൻസിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഇഫ് ഇൻ കേസ് മേർലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർക്ക് അടുത്തേര മേർലിനായേനെ. ഇപ്പം ഈ പറഞ്ഞ അമലിനെ പോലീസുകാർ എന്തായാലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷെ അത് മീഡിയ പറഞ്ഞുണ്ടാക്കുന്നത് കൊലയാളിയെ കയ്യിൽ കിട്ടി എന്നൊക്കെയായിരിക്കും. പിന്നെ പല പല തരത്തിൽ പല വെറൈറ്റിയിലെ ന്യൂസ് പല ചാനലുകളിൽ. ഇതെല്ലാം കാണേണ്ടി വരുന്ന മോൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മോളുടെ അപ്പനെ അമ്മയെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.